ഉമ്മ മതി. ഉമ്മ മതി. തകരമാക്ക ഉമ്മ അതിനെ. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കുറച്ച് ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ബിക്കോസ് 6 months ആയി നമ്മൾ വീഡിയോസ് ഇട്ടിട്ട് അതിനുള്ളിൽ നമ്മുടെ ലൈഫിൽ കുറെ കാര്യങ്ങളൊക്കെ നടന്നു. അപ്പൊ നമുക്ക് എല്ലാ അപ്ഡേറ്റും ഒരു ചുരുക്കി ഞാനൊന്ന് പറയാം. കുറെ ദിവസത്തിന് ശേഷം ആയതുകൊണ്ട് ചിലർക്കൊന്നും നോട്ടിഫിക്കേഷൻ വരത്തില്ലായിരിക്കും. അപ്പൊ ചിലരൊക്കെ വീഡിയോസ് കാണുമ്പോൾ ഓർക്കോ ഇത് കണ്ടിന്യൂറ്റി ഇല്ല, അല്ലെങ്കിൽ കുറെ നാളായാലും കണ്ടിട്ട് ഇനിയിപ്പോൾ ഇത് കാണണ്ട, അങ്ങനെയൊന്നും വിചാരിച്ചാരും കാണാതിരിക്കരുത്. അപ്പൊ എന്താണെങ്കിലും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് പഴയതുപോലെ ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എൻ്റെ വിശേഷങ്ങളിലോട്ട് പോകുന്നതിന് മുന്നേ എനിക്ക് ഒത്തിരി താങ്ക്സ് പറയാനുണ്ട്. കുറെ പേരോട് പറയാനുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ എല്ലാവരും പേര് അറിയില്ല എടുത്ത് പറയാനായിട്ട്. കുറെ പേര് എനിക്ക് കമന്റ്സിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്താ വീഡിയോസ് ഇടാത്തേ, എവിടാ, ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ചിലരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ മമ്മിക്ക് ഒത്തിരി വിഷമോ ആ വീഡിയോസ് കാണാത്തത് കൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച്. അപ്പൊ എന്താണെങ്കിലും ആ വലിയ സപ്പോർട്ടിനായി താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ സംസാരിക്കാം. അപ്പൊ എനിക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. അതെന്തിനാന്ന് എനിക്ക് അറിയില്ല. എന്താണെങ്കിലും നമ്മളൊരു 6 months നിങ്ങൾ ലാസ്റ്റ് കണ്ടത് ഞാൻ നാട്ടിൽ ചെന്ന് ഷിനജസിന്റെ വീട്ടിൽ പോയി, പിന്നെ അവിടുന്ന് ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോയി ഡൽഹിയില്, പിന്നെ അവിടുന്ന് എന്റെ വീട്ടിൽ പോയി. അതുവരെ ആയിരിക്കും നിങ്ങൾ കണ്ടത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാട്ടിലെ കസിൻസിന്റെ ഒക്കെ വീട്ടിൽ പോയി വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഈവൻ തിരിച്ചിവിടെ വന്നപ്പോൾ ഞാൻ ഷിനജസിനും കൂടെ ആണ് വന്നത് ഫെബ്രുവരിയിൽ. അപ്പൊ ആ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് ഓർത്തു ഓക്കെ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നു എന്റെ വീട്ടിൽ പോയി വീഡിയോ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അപ്ലോഡ് ചെയ്തേ. അത് കഴിഞ്ഞപ്പോൾ ഓക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഇച്ചിരി ഒരു ഗ്യാപ്പ് എടുക്കാം, എന്നിട്ട് പിന്നെ അപ്ലോഡ് ചെയ്യാം, അങ്ങനെ വിചാരിച്ചിരുന്നിരുന്നു. പിന്നെ ഞങ്ങൾ ഓർത്തു ഓക്കെ ഇതിൽ നിന്ന് തന്നെ ഒരു 5-6 months നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് എടുക്കാം. അങ്ങനെയുള്ള ഒരു ഡിസിഷനിലോട്ട് ഞങ്ങൾ പോയി. അതിന് സ്പെഷ്യൽ റീസൺ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഞങ്ങൾക്ക് അങ്ങനെ തോന്നി. നമുക്ക് വീഡിയോസ് ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക, നമ്മുടെ ടൈം അല്ലാതെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള വേറെ എന്തെങ്കിലും, ഇത് പ്രൊഡക്റ്റീവ് അല്ലെന്നല്ല. അപ്പോൾ നമ്മൾ ഓർത്ത് 6 months വീഡിയോസ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ലൈഫ് അല്ലാണ്ട് ഒന്ന് എൻജോയ് ചെയ്യാം. വീഡിയോ എടുക്കുന്നത് എൻജോയ്മെന്റ് ആണ്, പക്ഷെങ്കിൽ എന്തോ അങ്ങനെ അന്ന് രണ്ടുപേർക്കും ഒരുപോലെ തോന്നി. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ അത് ശരിയാ, എല്ലാത്തിനും ഒരു ബ്രേക്ക് വേണമല്ലോ ഇടയ്ക്ക്. അങ്ങനെ എടുത്തതാണ് നമ്മൾ ഈ ഒരു ബ്രേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഷിനജസിനുണ്ടായിരുന്നു ആക്ച്വലി എൻ്റെ കൂടെ. അപ്പം ഞങ്ങൾ ആ ഫെബ്രുവരിയിൽ ഇവിടെ വന്നിട്ട് ഷിനജസിൻ ഓൾമോസ്റ്റ് 2 months ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലിൽ തിരിച്ചു പോയി കഴിഞ്ഞിട്ട് ജൂണിൽ പിന്നെയും തിരിച്ചു വരേണ്ടി വന്നു. അപ്പോൾ ജൂണിൽ പിന്നെയും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ജൂണിൽ വന്നിട്ട് ഈ മാസം, ഇത് ഓഗസ്റ്റ് 2nd വീക്കിലാണ് തിരിച്ചു പോയത്. അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും ഈ സമയത്തെല്ലാം എൻ്റെ അടുത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ഹാപ്പി ഡേയ്സ് ആയിരുന്നു. ഇപ്പൊ ഞാനിവിടെ പിന്നെ ബോറിംഗ് ആയി തന്നെ ആയപ്പോൾ അപ്പോൾ അതാണ് നമ്മൾ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അപ്ഡേറ്റിൽ. അടുത്ത സെക്ഷൻ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇതേണ്ട ഈ ബാക്ക്ഗ്രൗണ്ട് എല്ലാം മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ റൂം മാറി. അപ്പോൾ ഞാൻ എൻ്റെ റൂം മാറി എന്ന് പറഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ്ലി വേറൊരു വീടെടുത്ത് ഒറ്റയ്ക്ക് താമസിക്കുകയോ ഒന്നുമല്ല. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ആയിരുന്നല്ലോ. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഉള്ള എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ടായിരുന്നു ഞാൻ ഹൗസ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ 1 year കഴിഞ്ഞായിരുന്നു. അവിടെ ഒരു ഫെബ്രുവരി ആയപ്പോൾ തന്നെ 1 year കഴിഞ്ഞു. അപ്പോൾ ഷിനജസ് വന്നു കഴിഞ്ഞപ്പോൾ ഷിനജസിന് ഇപ്പോൾ ആണെങ്കിൽ വർക്ക് ഫ്രം ഹോം ആണ്. അപ്പോൾ നമുക്ക് കുറേ മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ താഴെ താമസിക്കുന്ന ഇച്ചിരി ഏജ് ഉള്ളൊരു ലേഡിയാണ്. അവർക്ക് സൗണ്ടൊക്കെ ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും വിൻഡോ ഒക്കെ ക്ലോസ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു ഇരുന്നത്. കാരണം അവർക്ക് സംസാരിക്കുമ്പോൾ അവർക്ക് ഡിസ്റ്റർബ് ആകരുതെന്ന്. അപ്പോൾ അന്ന് തൊട്ടേ ഞങ്ങൾ വീട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ആ സമയത്താണ് ആലീസ്, എൻ്റെ ഒരു ഷോർട്സിൽ നിങ്ങൾ അവരെ കണ്ടിട്ടുണ്ടായിരിക്കും. അവൾ വേറെ ഏതെങ്കിലും ശരൺജീച്ചിയുടെ വീട്ടിൽ പോകുന്ന ഒരു ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസിൻ്റെ വീഡിയോ ആണെന്ന് തോന്നുന്നു. അതെ, ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അതിലൊക്കെ നിങ്ങൾ അവളെ കണ്ടിട്ടുണ്ടായിരിക്കും. അവളെ പ്രോപ്പറായിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ആക്ച്വലി ഇവിടെ വന്നിട്ട് എനിക്ക് കിട്ടിയ ഒരു നല്ല ഫ്രണ്ടാണ്. അവൾ തമിഴ്നാട്ടിൽ നിന്നാണ്. എനിക്ക് അതിന് ഷെറിൻ ചേച്ചിയോട് തന്നെയാണ് ഞാൻ താങ്ക്ഫുള്ളായിട്ടുള്ളത്. കാരണം ഷെറിൻ ചേച്ചിയുടെ ഒരു ബാച്ചിൽ വന്നതാണ് അവൾ. അപ്പം ഞങ്ങൾ അങ്ങനെ ഷെറിൻ ചേച്ചി ത്രൂ ആണ് ഞങ്ങൾ കണക്റ്റ് ആയത്. അപ്പോൾ എന്താണെങ്കിലും അവൾ ഇവിടെ ഒരു ഹൗസ് ഷെയറിൽ, ഞാൻ താമസിക്കുന്ന അവിടുന്ന് നടക്കാനാണെങ്കിൽ 10 minute ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു ഹൗസ് ഷെയറിലായിരുന്നു താമസിക്കുന്നത്. അതാണ് ഈ വീട്. അപ്പോൾ ഇവിടെ 3 bedrooms ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ
താമസിച്ചിരുന്ന ഈ റൂമിൽ താമസിച്ചിരുന്ന ആൾ വെക്കേറ്റായി കറക്റ്റ് ഞങ്ങൾ വീട് നോക്കാൻ തുടങ്ങിയ ടൈമിൽ. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ലാൻഡ് ലേഡിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഹാപ്പിയാണ്, നിങ്ങൾക്ക് വീടെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ എൻ്റെ ഹസ്ബൻഡ് വന്ന് താമസിക്കും ഇടയ്ക്ക്. അപ്പോൾ പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പിയായി. കാരണം ഇവിടെ ആക്ച്വലി എന്താ പറയുക, ഇവിടെ കപ്പിൾസിനെ അലൗ ചെയ്യത്തില്ലായിരുന്നു. അപ്പം പെർമനൻ്റ് ആയിട്ട് നിൽക്കുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവർ പറഞ്ഞു ഒരു 2 months ഒക്കെ വന്ന് നിന്നോ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും ശനിദിവസമുള്ള സമയത്ത് തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് എല്ലാ സാധനങ്ങളും ഷിഫ്റ്റാക്കി. ഇവിടെ 3 bedrooms ഉള്ളൂ. എനിക്കൊരു ഹൗസ് ഷെയറിൽ പോയി നിൽക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു. പക്ഷെ ഒന്നും അവളാണ് ഒരു റൂമിൽ, പിന്നെ ഒരു റൂമിലെ ആളെ ഉണ്ടായിരുന്നുള്ളൂ. ആ ആളും പോവാണെന്ന് പറഞ്ഞു. ഒരു ആഫ്രിക്കൻ ആയിരുന്നു ആ കുട്ടി. അപ്പോൾ അതും പോവാന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ. പിന്നെ ഈ ഒരു റൂമും, പിന്നെ ആ റൂമിൽ വരുന്നത് അറിയില്ല ആരാണെന്ന്. സ്റ്റിൽ എങ്കിലും ഞാൻ ഓർത്തു ആ റൂമിന് സെപ്പറേറ്റ് ബാത്റൂം ഉണ്ട്. എനിക്കും എൻ്റെ ഫ്രണ്ട് ആലീസിനും കൂടെയാണ് ഒരു ബാത്റൂം ഷെയറിങ് വരുന്നത്. അപ്പോൾ അത് ഓക്കെ ആണ് എന്ന് തോന്നി. കാരണം ഓൾമോസ്റ്റ് എല്ലാ ഹൗസ് ഷെയർ എടുത്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഒരു 6 members 7 members ഒക്കെ കാണും. അപ്പം റെയർലിയാണ് ഇങ്ങനെയുള്ളത് കിട്ടുന്നത്. അതും എനിക്ക് ഈ ലൊക്കേഷനും ഈ റൂമിൻ്റെ ഒരു വൈബും എല്ലാം ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഷിനജാസിനാണെങ്കിലും കംഫർട്ടബിളായി. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ആലീസിൻ്റെ അടുത്ത് വരുമായിരുന്നു എപ്പോഴും. അപ്പോൾ ഈ റൂമൊക്കെ ജസ്റ്റ് ഇടയ്ക്ക് ഓപ്പണായി കിടക്കുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ദൈവം സഹായിച്ച് ആ സമയത്ത് എല്ലാം നടന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മൂവായി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടും ഒരു ഹൗസ് ഷെയറിലോട്ട് മൂവായി. അപ്പോൾ എല്ലാം സെറ്റായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും അറിയേണ്ടി വന്നില്ല. നമ്മൾ പിന്നെ ചെയറും ബെഡും ഒക്കെ നമ്മൾ കൊടുത്തു. ഇത് കബോർഡും ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ വെറുതെ കൊടുത്തു. പിന്നെ ഞാൻ ആകെ കൊണ്ടുവന്നത് ഈ വാഷിംഗ് മെഷീനാണ്. പിന്നെ എൻ്റെ മാട്രസും. കാരണം വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് അറിയാമല്ലോ ഒത്തിരി പുതിയതാണ്, നമ്മൾ അത്രയും വില കൊടുത്ത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇവിടെ നമ്മൾ ഒത്തിരി ലോങ് ടൈം നമ്മൾ നിൽക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല. നമ്മൾ ഇപ്പോഴും നോക്കുന്നുണ്ട് വേറെ നല്ല ഒരു വീട് കിട്ടിയാൽ നമുക്ക് 2 പേർക്കും കൂടെ മൂവ് ആകുന്ന രീതിയിൽ ഞങ്ങൾ നോക്കുന്നുണ്ട്. അപ്പം ഇത് ഇപ്പോൾ പോകുന്ന വീട്ടിൽ ഫർണിഷ്ഡ് അല്ലെങ്കിൽ പിന്നെ വാങ്ങിക്കണമല്ലോ എന്നോർത്താണ് നമ്മൾ ഇത്രയും നാൾ ഇവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത്. അറിയില്ല, പക്ഷേ ഇങ്ങനെ യൂസ് ഇല്ലാതിരുന്നാൽ അത് വർക്കിംഗ് കണ്ടീഷൻ മോശമാകുമോ എന്ന് അതൊക്കെ നമുക്കിനി നോക്കണം. ഓക്കെ, നമ്മൾ വിഷയത്തിൽ നിന്ന് മാറി പോകുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഓരോരോ ടോപ്പിക്സ് ഇങ്ങനെ കയറി വരും. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ ഇങ്ങോട്ട് ഞാൻ മാറി. ഈ റൂം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം നല്ല സ്പേഷ്യസ് ആണ്. അവിടുത്തെ എൻ്റെ റൂം അത്ര സ്പേഷ്യസ് അല്ല, ഒരു മീഡിയം സൈസായിരുന്നു. ഓക്കെ. അപ്പോൾ ഇവിടെ വന്നപ്പം എല്ലാം കൊണ്ടും ഇവിടുത്തെ വ്യൂ നല്ലതാണ്. കാരണം അവിടുത്തെ റൂമിൽ എനിക്ക് വ്യൂ ഒന്നും ഇല്ലായിരുന്നു. ചെറിയൊരു ബാക്ക് യാർഡ് മാത്രം കാണാം, അതാണെങ്കിൽ കാട് പിടിച്ച് കിടക്കുന്നത്. അപ്പം ഇവിടെ വന്നപ്പോൾ എല്ലാം ഒരു മാറ്റമാണ്. ഞാൻ നിങ്ങളെ കാണിക്കാം, റൂമൊക്കെ കാണിക്കാം. പിന്നെ വേറെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഷെർജേച്ചിയുടെയൊക്കെ വീട്ടിലും കുറേ മാറ്റങ്ങളൊക്കെ നടന്നു. ഇപ്പോൾ എന്നെ കാണുന്ന എല്ലാവർക്കും ഷെർജേച്ചി എന്ന് പറയുമ്പോൾ അറിയാം. അപ്പോൾ അതൊക്കെ നമ്മൾ വഴിയെ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ തരാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു 5-6 monthsനുള്ളിൽ നടന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കിനി വീടൊക്കെ ഒന്ന് മൊത്തത്തിൽ കാണാം. അപ്പോൾ ഈ വീട് കാണിക്കാനായിട്ട് ഞാൻ എഴുന്നേറ്റപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. ആ ഒരു 3rd റൂമിൽ ആലീസും ഞാനും അല്ലാതെ 3ാമത് പുതിയ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പം അത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരു ഡോക്ടറാണ്, ഡോക്ടർ നിള. അവളും തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ കേരളത്തിൽ നിന്ന്. അപ്പോൾ എന്താണെങ്കിലും പുള്ളിക്കാരി ഞങ്ങളും തമ്മിലുള്ള വൈബൊക്കെ ഒത്തിരി സെറ്റാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഈ വീട് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി ചെയ്യുന്നത്. ഇത് ഫസ്റ്റ് ഫ്ലോറാണ് കേട്ടോ. നമുക്ക് എപ്പോഴും ഫസ്റ്റ് ഫ്ലോർ ആണല്ലോ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കയറി കഴിയുമ്പോൾ ഇവിടെ സൈഡിലായിട്ട് ഒരു കുഞ്ഞു റൂമുണ്ട്. ലാൻഡ് ലേഡി ഇൻ കേസ് അവർ വരുവാണെങ്കിൽ അവരിവിടാണ് താമസിക്കുന്നത്. പിന്നെ ഇത് എനിക്കും ആലിസിനും കൂടെയുള്ള ഒരു കോമൺ ബാത്റൂമാണ്. പിന്നെ അവിടുന്ന് നേരെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ എവിടെ എത്തും? നടന്നു പോകുമ്പോൾ ഇങ്ങനെ ഒരു കോമൺ സ്പേസ് ഉണ്ട്. അവിടുന്ന് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ കിച്ചൺ. അപ്പം കിച്ചണൊക്കെ ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ബിക്കോസ് 2 ദിവസം ഡ്യൂട്ടി ആയിരുന്നു. പിന്നെ അവൾക്ക് 3 ദിവസം, ആലീസിന് 3 ദിവസം ഡ്യൂട്ടി, ഡോക്ടറിന് 4-5 ദിവസമായിട്ട് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഓഫ് കിട്ടിയപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ജസ്റ്റ് ഒന്ന് അടുക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളുടെ മനോഹരമായ കിച്ചൺ. അപ്പോൾ എല്ലാം ഫർണിഷ്ഡ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് വരുന്ന നെക്സ്റ്റ് റൂം എന്ന് പറയുന്നതാണ് ആലീസിൻ്റെ റൂം. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ അവൾ വന്നു കഴിയുമ്പോൾ അവരുടെ റൂമിൽ കയറി കാണാം.
പിന്നെ അവിടുന്ന് ആലീസിൻ്റെ റൂമിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നതാണ് ഡോക്ടർ നിളയുടെ റൂം. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ആരുടെ റൂമാണ്? അതാണ് എൻ്റെ റൂം. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. ഇച്ചിരി സ്പേഷ്യസ് ആയിട്ടുള്ള, ഈ വീട്ടിലെ കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ്. അപ്പോൾ ഈ റൂമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പാട്ടെന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നീ കാണുന്നത് ഒരു പാർക്കാണ് കേട്ടോ. നമുക്ക് നടക്കാനൊക്കെ പോകാനായിട്ട് നല്ലൊരു പാർക്ക്. അവിടെയും പാർക്ക്, അതിൻ്റെ ഓപ്പോസിറ്റും പാർക്ക്. മൊത്തത്തിൽ ഈ ഏരിയ ഒത്തിരി നല്ലതാണ്. പിന്നെ ഈ ഒരു സെക്ഷൻ എൻ്റെ ഫേവറേറ്റ് പോർഷനാണ് ഈ ഒരു വീട്ടിലെ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു റൂം, അല്ലെങ്കിൽ ഞാൻ ഇപ്പം താമസിക്കുന്ന എൻ്റെ ഒരു വീട്. അപ്പം പിന്നെ ഒരു കാര്യം കാണിച്ചില്ല, ഈ ഒരു റൂമിൽ താമസിക്കുന്നവർക്ക് മാത്രമാണ് ഈ ഒരു ഫ്രിഡ്ജ്. അപ്പം പിന്നെ ഈ റൂമിലെ ആക്കും കൂടി യൂസ് ചെയ്യാൻ ഇവിടെ വേറൊരു ഫ്രിഡ്ജുണ്ട്. പിന്നെ ബിൽസൊക്കെ ഇൻക്ലൂഡഡ് ആണ്, അതുകൊണ്ട് നമുക്ക് ആ ഒരു ട്രബിളില്ല. നമ്മൾ മാസം എത്രയാണോ നമ്മുടെ റെൻറ്റ് അതങ്ങ് കൊടുത്തിച്ചാൽ മതി. അപ്പോൾ എന്താണെങ്കിലും ഇതാണ് നമ്മളിപ്പം താമസിക്കുന്ന നമ്മുടെ ഒരു സെറ്റപ്പ്. അപ്പം നിങ്ങൾ ഇപ്പം കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ഓർക്കും പുതിയ അക്കോമഡേഷൻ, പക്ഷെ അങ്ങനെയല്ല, 6 months കംപ്ലീറ്റ് ആക്കാറായി ഇവിടെ. അപ്പോൾ ഇനി ഇവിടുന്ന് മാറണം നമുക്ക്. അതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ എന്താണെങ്കിലും ഇനി കിച്ചണിൽ പോയിട്ട് കഴിക്കാൻ എന്തുണ്ടെന്ന് നോക്കാം. കിച്ചണിൽ ഇവിടെ ഞാൻ ചോറ് മാത്രം ഇന്നലെ വെച്ചത് ഇവിടെ ഇരിപ്പുണ്ട്. ബിക്കോസ് ഞങ്ങൾ ഡ്യൂട്ടി ആയിരുന്നത് കൊണ്ട് ഞങ്ങൾ ഓഫ് കിട്ടിയപ്പോൾ രണ്ടുപേരെന്ന് പറഞ്ഞാൽ ഞാനും ആലീസും ഞങ്ങൾ ഒരുമിച്ചാണ് കുക്കിങ്. അപ്പോൾ ആദ്യമൊക്കെ ഒരുമിച്ച് വേണ്ടെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഒരുമിച്ചാണ് കുക്കിംഗ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ നോൺ വെജോ അല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാക്കി വെക്കും ഇച്ചിരി ബൾക്കായിട്ട്. അപ്പോൾ അത് ഇന്നും കൂടെ പോകും, ഒരു 3 days 4 days പോകുന്ന പോലെ ആയിരുന്നു. അപ്പം അത് ഇന്നും കൂടെ ഫിനിഷ് ആകും. അപ്പോൾ അത് ഫിനിഷ് ആയിട്ട് ഇനി നാളെ എന്തെങ്കിലും ഉണ്ടാക്കാം. നാളെ എനിക്ക് ഓഫാണ്, അവൾക്കും ഓഫാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇനിയിപ്പം നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തേക്കാം. വീട്ടിൽ നമ്മളെല്ലാം പേ ചെയ്യുന്നത്, പക്ഷെങ്കിൽ നമുക്ക് പേ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതെത്ര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഓർത്തു ഇന്നിപ്പോൾ എന്തെങ്കിലും കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളും ചെയ്യാമെന്ന്. കാരണം ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇപ്പം വെയിലുണ്ട്, പക്ഷെങ്കിൽ ചെറുതായിട്ട് മൂടി കിടക്കുവാണ്. അതുപോലാണ് ചൂടും തണുപ്പും എല്ലാം കൂടെ ചേർന്നൊരവസ്ഥയാണ്. അപ്പം സ്കിന്നൊക്കെ ശരിക്കും ഡ്രൈ ആകുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഈ ഒരു ഫേസ് മാസ്ക്, ഹൈഡ്രേറ്റിംഗ് ഫേസ് മാസ്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഓഫിൻ്റെ അന്ന് ഇടാമെന്നൊക്കെ ഓർത്തു. അപ്പോൾ ഞാൻ പോയി എൻ്റെ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഫേസ് മാസ്ക് ഒക്കെ ഇട്ട് കുറച്ച് നേരം നമുക്ക് ചില്ല് ചെയ്യാം. ഇങ്ങനെയാണല്ലോ നമ്മൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിലാകുമ്പോൾ നമ്മൾ സെൽഫ് ലവ് അതേ ഉള്ളു ചെയ്യാനായിട്ട്. അപ്പോൾ ഏതാണെങ്കിലും ഞാനിനി കുറച്ച് സ്കിൻ കെയറിലോട്ട് കിടക്കട്ടെ. ഓഫുള്ള ഡേയ്സിൽ നമുക്ക് മൈൻഡ് മാക്സിമം റിലാക്സ് ആക്കാൻ നോക്കണം. അത് എൻ്റെ ഒരു ചിന്ത അങ്ങനെയാണ്. കാരണം നമുക്ക് വർക്ക് പ്രഷർ എന്ന് പറയുന്നത് അതൊരു ചെറിയ ജോലിയാണെങ്കിലും വലിയ ജോലിയാണെങ്കിലും നമുക്ക് ഉണ്ട്, പ്രഷർ ശരിക്കും ഉണ്ട്. ഈവൻ രാവിലെ ഒന്ന് ഡ്യൂട്ടിക്ക് പോകാൻ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് തുടങ്ങുന്ന പ്രഷറാണ്. ചിലർക്ക് രാത്രി കിടക്കുമ്പോൾ തൊട്ട് തുടങ്ങുന്ന പ്രഷറാണ്. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ഓഫിൻ്റെ അന്നും പിന്നെയും കഴിഞ്ഞ ഡ്യൂട്ടിയെക്കുറിച്ചും വരാനിരിക്കുന്ന ഡ്യൂട്ടിയെക്കുറിച്ചും ചിന്തിച്ചിട്ട് നമുക്ക് ഒന്നും ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. അപ്പം നമുക്ക് എങ്ങനെയാണോ റിലാക്സ് ആകാൻ പറ്റുന്നത് അതുപോലെ റിലാക്സ് ആയിരിക്കുക. അപ്പം എനിക്ക് ഇങ്ങനെ കുറച്ച് നേരം ഇച്ചിരി ചില്ലായി വൈബടിച്ച് പാട്ടൊക്കെ കേട്ട് ഒറ്റയ്ക്കൊരു റൂമിലാണെങ്കിൽ കൂടുതലിഷ്ടം, ചുറ്റും ആൾക്കാരുണ്ടെങ്കിൽ അത് വേറൊരു ഇഷ്ടം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എന്താണെങ്കിലും ഇനിയിപ്പം ഒന്ന് കടയിൽ പോകണം. ബിക്കോസ് ഇതിൻ്റെ ഇടയ്ക്ക് ആലീസ് വിളിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ ആദ്യം വന്ന് താമസിച്ചിരുന്ന ഞങ്ങളുടെ ഹോസ്പിറ്റൽ അക്കോമഡേഷനിൽ ഞാനും എൻ്റെ 2 കൊഹോട്ടിലുള്ള ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ റൂബൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി ഇപ്പം ഇവിടെ അടുത്താണ്, ഞാനിപ്പോൾ താമസിക്കുന്നതിൻ്റെ 2 ലൈൻ ഇപ്പുറത്താണ് ചേച്ചി താമസിക്കുന്നത്. അപ്പം ചേച്ചിയൊക്കെ അങ്ങോട്ട് വൈകിട്ട് ചെല്ലാൻ ചുമ്മാ ഞങ്ങളെപ്പോഴും പോകും അങ്ങനെ ഫ്രീ ആയിട്ടുള്ളപ്പോഴൊക്കെ. 2 പേർക്കും, അവർക്കും ഞങ്ങൾക്കും ഫ്രീ ആണെങ്കിൽ ഞങ്ങൾ പോകാറുണ്ട്. ആലീസുമായിട്ടും അവർക്ക് പരിചയമുണ്ട്. അപ്പം പിന്നെ എല്ലാം സെയിമായി, പിന്നെ എല്ലാം കൂടെ ഒത്തു വന്നു. അപ്പം ഇന്ന് അവളെ ഡ്യൂട്ടി ഇടയ്ക്ക് വെച്ച് ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു വൈകിട്ട് അങ്ങോട്ട് ചെല്ലാനായിട്ട്. എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു. എനിക്കറിയില്ല എന്താ കിട്ടാഞ്ഞെന്ന്. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ചിലദിവസം ഈ പ്രാവശ്യം വന്നപ്പോൾ മമ്മി സേമിയ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അത് ഉണ്ടാക്കിക്കൊണ്ട് പോകണമെന്ന് വിചാരിച്ചു. എല്ലാവരും കൂടെ ഒക്കെ ഇരുന്ന് കഴിക്കാൻ ഒരു സുഖമല്ലേ. അപ്പോൾ അന്നേരം അത് ഉണ്ടാക്കിയില്ല. അപ്പം ഞാൻ ഓർത്തു ഇന്ന് പോയി കണ്ടൻസ്ഡ് മിൽക്കൊക്കെ വാങ്ങിച്ച് വന്നിട്ട് അവൾ വരുന്നതിന് മുമ്പ് അതും ഉണ്ടാക്കി വെക്കാം, എന്നിട്ട് നമുക്ക് വൈകിട്ട് അങ്ങോട്ട് പോകാമെന്ന്. ടൈം പോകാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പം കടയിൽ പോയിട്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് വരാം. അപ്പം നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി കണ്ടൻസ്ഡ് മിൽക്ക്, ഷുഗർ, പിന്നെ നോർമൽ മിൽക്ക് എല്ലാം വാങ്ങിക്കണം. അപ്പോൾ ഞാൻ ഓർത്ത് പോയി വാങ്ങിച്ചിട്ട് വരാമെന്ന്. ഓൾറെഡി
6:30 ആയി ടൈം. വീട്ടിലൊക്കെ വിളിച്ചു. ഓഫ് കിട്ടുമ്പോഴല്ലേ കുറേ നേരം ഇരുന്ന് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 2 വീട്ടിലും വിളിച്ചു. അപ്പോൾ ഇനി പോയിട്ട് കടയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വരാം. അവളൊരു 7:30 7:45 ഒക്കെ ആവും വരുമ്പോൾ. അപ്പോൾ അതിനു മുമ്പ് അതൊക്കെ റെഡി ചെയ്ത് വയ്ക്കാം. ആക്ച്വലി ഇത്രയും ദിവസം നമ്മളിതിലെ നടക്കുമ്പോൾ ചെടികളെല്ലാം പൂത്ത് കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായി നിൽക്കുമായിരുന്നു. അപ്പോൾ എല്ലാം വാടി തുടങ്ങി. വിൻ്റർ സ്റ്റാർട്ട് ആകാറായില്ലേ. അത് കാണാൻ നല്ല രസമായിരുന്നു. ഇനിയിപ്പോൾ നേരത്തെ ഇരുട്ടും താമസിച്ച് നേരം വിളിക്കും. നമ്മൾ കടയിൽ ഒരു സാധനം എടുക്കാനാണ് വന്നതെങ്കിലും കണ്ട് പല സ്ഥലത്തോട്ട് പോകുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും വേണ്ട. സോ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കണ്ടൻസ്ഡ് മിൽക്കായിരുന്നു. അപ്പോൾ അത് വേണ്ട ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ആദ്യമേ എടുക്കാം. പിന്നെ നമുക്ക് ഷുഗറും മിൽക്കും നോക്കാം. മിൽക്ക് എവിടെയാണെന്ന് എനിക്കറിയാം, ഷുഗർ എവിടെയാണെന്നൊരു ഐഡിയ ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു. പിന്നെ ഒരു കാര്യം മാത്രം മിസ്സായിപ്പോയി, ഡ്രൈ ഫ്രൂട്ട്സ്. അവിടെ ചെന്നപ്പോൾ ഞാൻ ഓർത്തു, പക്ഷേ കാഷ്യൂവും കിസ്മിസും ഒന്നും ഇല്ലായിരുന്നു. പീനട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് എടുത്തില്ല. ഇവിടെ ഇച്ചിരി കാണുമായിരിക്കും. കാഷ്യൂ നട്ട്സ് ഒട്ടും ഇല്ല. അപ്പോൾ കിസ്മിസ് ഉണ്ട്. നമുക്ക് പോയി നോക്കാം. ഉണ്ടെങ്കിൽ അതിടാം, അല്ലെങ്കിൽ അല്ലാതെ ഉള്ളതും കൊണ്ട് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ അവിടെ അടുക്കാറായി. തൊട്ടടുത്താണ്, ഈസിയാണ് പോയിട്ട് വരാൻ. ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും വേണമെങ്കിൽ. പക്ഷേ ഇച്ചിരി എക്സ്പെൻസീവാണ് വലിയ ടെസ്കോയെക്കാട്ടിലും. അപ്പോൾ എന്നാലും അവിടെ വെച്ചായിരുന്നെങ്കിൽ മോറിസൺ അടുത്തായിരുന്നു, ഇവിടെ ടെസ്കോ അടുത്താണ്. അപ്പോൾ എന്താണേലും പോയിട്ട് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ വീട്ടിലെത്തി. ഇവിടെയാണ് നമ്മുടെ ഒരു ഗാർഡൻ. അതൊക്കെ ഞാൻ പിന്നെ കാണിക്കാം. നമുക്കിനി സമയമുണ്ടല്ലോ, വഴിയെ കാണിക്കാം. ലൈറ്റിൻ്റെ നല്ല പ്രശ്നം കാണും ഇവിടെ. ഓൾറെഡി കിച്ചണിൽ ഒരു സന്ധ്യ ആയി കഴിയുമ്പോൾ ലൈറ്റ് കുറവാണ്. പിന്നെ ഇവിടുത്തെ ബൾബ് ഇങ്ങനത്തേതും കൂടെ ആയതുകൊണ്ട് വാം ലൈറ്റാണ്. അത്രയ്ക്ക് ക്ലാരിറ്റി കാണുമോ എന്നെനിക്കറിയില്ല. ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അപ്പോൾ ഈ ഒരു പാക്കറ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വറുത്ത സേമിയാണ്, അപ്പം വറുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് അത്രയ്ക്ക് കറക്റ്റ് ഫോർമാറ്റിലൊന്നും അല്ലായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്കറിയാവുന്ന പോലെ ഈസി ആയിട്ട്. കാരണം ഇപ്പോൾ 7 o'clock കഴിഞ്ഞു, അവൾ വന്ന് കുളിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങും. അടുത്താണെങ്കിലും ഒത്തിരി രാത്രി ആവുന്നതിന് മുമ്പ് പോകാമല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ എനിക്കറിയാവുന്ന പോലെ ഒരു തട്ടിക്കൂട്ട് പായസം ഉണ്ടാക്കാൻ പോവാണ്. ആക്ച്വലി ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കാൻ എടുത്ത് വെച്ചിട്ട് പിന്നെടുത്ത് തിരിച്ചു വെച്ചു. അന്നും പഞ്ചസാര ഇല്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ ഇച്ചിരി പഞ്ചസാര കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പക്ഷേ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പുറത്ത് പോകുമ്പോൾ വേറെ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കും. ഇപ്പം തന്നെ കണ്ടില്ലേ, സേമിയ ഉണ്ടാക്കാൻ പോകും. ഇനിയിപ്പോൾ ഈ ഷുഗർ വാങ്ങിച്ച് വെച്ച് തീർക്കണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് എന്താണെങ്കിലും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഞാൻ മിൽക്ക് ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ കലം ഇരുന്ന് ആടുന്നുണ്ട്. ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ സെറ്റ് ആക്കുമായിരുന്നു ഇവിടെ. അതാകുമ്പോൾ പെട്ടെന്ന് ചെയ്യാമല്ലോ. ഞാൻ വലിയ പ്രൊഫഷണൽ കുക്ക് ആയതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ എന്താണെങ്കിലും ഈ പായസം ഞാൻ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങളെ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഞാനിത് കാണിക്കുന്ന തെറ്റൊക്കെ നിങ്ങൾ കാണും. അപ്പോൾ ഞാൻ എല്ലാം ചെയ്തിട്ട് ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ടേസ്റ്റൊക്കെ സ്പൂണിലെടുത്ത് നോക്കി. എനിക്ക് ഓക്കെ, പക്ഷെ ഇച്ചിരി ഗീ കൂടിപ്പോയി. എനിക്ക് അത്ര ഗീയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല പായസത്തിൽ. അതുകൊണ്ട് മാത്രം ഇച്ചിരി അൺസാറ്റിസ്ഫൈഡ് ആണ് ഞാൻ. അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ടു. ഇതിപ്പോൾ ഇച്ചിരി കുറുകിയിരിക്കുവാണ്. അപ്പോൾ ഞാനെടുത്ത് മിൽക്ക് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് കുറച്ചുകൂടെ ചൂടാക്കിയിട്ട് പാലൊഴിക്കാമെന്ന് ഓർത്തു. അല്ലെങ്കിൽ ഇരിക്കും തോറും അത് കുറുകി പോകുമല്ലോ. അപ്പോൾ അങ്ങനെ പായസം റെഡി. അത്ര ഈസി റെസിപ്പിയല്ലേ പായസം. എനിക്ക് സേമിയ മിക്സിൻ്റെ അത്ര ഇഷ്ടമല്ല, കാരണം അതിലൊത്തിരി മധുരമായിരിക്കും. ഇപ്പോൾ ഇത് ഞാൻ മധുരം ഒത്തിരി കുറച്ചായിട്ടിരിക്കുന്നത്, കാരണം കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ആഡ് ചെയ്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു മധുരം എല്ലാം കൂടെ ആകണ്ട എന്നോർത്തിട്ട്. അപ്പോൾ ഇനി നമുക്ക് റൂമിൽ പോവാം. ആലീസ് ഇപ്പം വരാൻ ടൈമായി. നമുക്ക് അവൾ വരുമ്പോൾ ഞാൻ കാണിക്കും. ജസ്റ്റ് ഈ വിൻഡോയിൽ കൂടെ നോക്കട്ടെ കുട്ടി വരുന്നുണ്ടോയെന്ന്. ഇല്ല, ആരും വരുന്നില്ല. ഇപ്പം ഞാൻ ഇങ്ങനെയാണ്, ഇതിലെയാണ് എൻ്റെ നോട്ടം. ആരെങ്കിലും ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇതിലേ നോക്കി നിൽക്കും വരുന്നുണ്ടോയെന്ന്. കാരണം നല്ല വിസിബിൾ അല്ലേ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കത് ഒത്തിരി ഇഷ്ടമാണ് അവിടെ. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ ദിവസം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിരുന്നതുകൊണ്ട് എന്തോ ഒരു ഹാപ്പിനെസ്. വീഡിയോ എടുക്കുന്ന എത്ര ഹാപ്പിനെസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നത് ഹാപ്പിനെസ് അല്ലേ, അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറേ സംസാരിച്ചതിലോ അങ്ങനെ വീഡിയോ എടുത്തതിലോ ഒക്കെ മിസ്റ്റേക്സ് കാണും. കാരണം കുറേ നാളിന് ശേഷം ആയതുകൊണ്ട് പുതുതായിട്ട് ചെയ്യുന്ന പോലെ തോന്നിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്നാൽ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. അപ്പം ആലീസ് വന്നിട്ടുണ്ട്. എനിക്ക് കതക് തുറക്കുന്ന സൗണ്ട് കേൾക്കാം.
என்ன இப்படி காமிக்காத ജസ്റ്റ് എന്താ ഓടുന്നേ? ഹായ് ആലിസ്. Hi. How are you? I'm good. How are you? How was you? I'm good, thank you. How was your duty? Don't ask me. That's a busy day. ഇതാണ് ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ഒരു നഴ്സിന്റെ അവസ്ഥ. ഇപ്പൊ ഞാൻ അവളോട് എന്തെങ്കിലും ചോദിക്കാൻ ചെന്നാൽ അവളെന്നെ ഓടിക്കും. അപ്പോൾ എന്താണെങ്കിലും അവളൊന്ന് റെസ്റ്റ് എടുത്ത് ഫ്രഷൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ചേച്ചിയുടെ അവിടെ പോവാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും റെഡി ആയിട്ട് ചേച്ചിയുടെ വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ 8:30 ആയതേ ഉള്ളൂ, പക്ഷേ എനിക്ക് നല്ല ഇരുട്ടായി. പക്ഷേ ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് കുറച്ച് ആളുകളെ അവിടെ ഇവിടെയൊക്കെ കാണാനായിട്ടുണ്ട്. ഇപ്പം ഒരു ആഴ്ചയായിട്ട് പെട്ടെന്നല്ല രാത്രിയാകുന്നത്, നേരത്തെ ഇങ്ങനെ ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിൻ്റർ വരുന്നത് പറയുമ്പോഴേ ഇവളെക്കാട്ടിലും വിഷമം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, അവൾക്കും ഇഷ്ടമല്ല, ആർക്കും ഇഷ്ടമല്ല. കാരണം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കൊരു ഡിപ്രസീവ് ഫീലായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഇനിയിപ്പോൾ അവിടെ പോയിട്ട് വീഡിയോ എടുക്കുമോ എന്നറിയില്ല. പിള്ളേരൊക്കെ വളർന്ന് ടീനേജേഴ്സ് ആയില്ലേ അല്ലേ? നമ്മളും അങ്ങനെ ആയിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇവിടെ വെച്ച് എൻഡ് ചെയ്യുവാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.